എഫ് കൊടുക്കുക. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ്സ് കണ്ടിന്യൂ അവർ മാത്സ് യൂണിറ്റ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? 10ൻ്റെ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് റിമൈനിങ് വരുന്ന നമ്പേഴ്സ് എത്രയാണെന്ന് എണ്ണിയെടുക്കാൻ പഠിച്ചു. എന്നിട്ട് അവ തമ്മിൽ ആഡ് ചെയ്യാൻ പഠിച്ചു അല്ലേ? അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വായിച്ചു നോക്കാം. ഓക്കെ, ആർ യു റെഡി? സോ പ്ലീസ് കം വിത്ത് മീ, ലെറ്റ്സ് റീഡ് ഇറ്റ് ടുഗെദർ. ഓക്കെ, സ്റ്റാൻഡ് ഇൻ ക്യൂ. യു ക്യാൻ സീ എ ക്യൂ. എന്താണിത് കൂട്ടുകാരെ? സ്കൂളിൽ ഫുഡ് കൊടുക്കുന്ന ക്യൂ ആണല്ലേ? ഓക്കെ, ടീച്ചർമാർ ഫുഡ് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂട്ടുകാർ മരത്തിൻ്റെ അടിയിലിരുന്ന് കളിക്കുന്നുണ്ട് അല്ലേ? പിന്നെയോ കുറച്ച് ഒരു കുട്ടി ഓടുന്നുണ്ട് അല്ലേ? അങ്ങനെ ടീച്ചേഴ്സൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ സീ എ ബിഗ് ക്യൂ ഹിയർ. ഓക്കെ, അപ്പോൾ ക്യൂവിൽ താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ? അമ്മു ഈസ് 10th in the line. ഫൈൻഡ് ഔട്ട് അമ്മു. എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്മു 10ാമത്തെ ആളാണല്ലേ വരിയിൽ. 10ാമത്തെ ആളായിട്ടുള്ള അമ്മുവിനെ കൂട്ടുകാർ കണ്ടുപിടിക്കണം. ഫൈൻഡ് ഔട്ട് അമ്മു. വേർ ഈസ് അമ്മു? ടെൽ മീ, വേർ ഈസ് അമ്മു? യെസ്, യു പ്ലീസ് കൗണ്ട് വിത്ത് മീ. 1 2 3 4 5 6 7 8 9 10. യെസ്, യു ക്യാൻ സീ അമ്മു ഹിയർ അല്ലേ? നമ്മൾ ക്യൂന്ന് എണ്ണുമ്പോൾ എവിടുന്നാണ് എണ്ണുക? മുന്നിൽ നിൽക്കുന്ന മുതലാണല്ലേ എണ്ണുക. 10th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്ന ആളാണല്ലേ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പം അവിടെ നിന്ന് 10ാമത്തെ ആളെന്ന് പറയുമ്പോൾ എങ്ങനെയാ? 1 2 3 4 5 6 7 8 9 10 അങ്ങനെ എഴുതണം അല്ലേ? സോ യു ക്യാൻ സീ അമ്മു ഹിയർ. ഓക്കെ, വിനു ഈസ് ദ 18th. 18th എന്ന് പറഞ്ഞാൽ എന്താ? വിനു 18ാമത്തെ ആളാണല്ലേ? അപ്പം നമുക്ക് ആദ്യം വിനുവിനെ കണ്ടുപിടിക്കാം. ഏതാണ് 18ാമത് നിൽക്കുന്ന വിനു എന്ന്? 1 2 3 4 5 6 7 8 9 10. Okay, that is Ammu, right? Okay, 11 12 13 14 15 16 17 and 18. Okay, now you can see Vinu here. ഓക്കെ, ഇനി ഒരു ചോദ്യം കണ്ടോ? വേർ ഈസ് വിനു ഫ്രം ദ ബാക്ക് ഓഫ് ദ ലൈൻ? അങ്ങനെയാണെങ്കിൽ ശരി, മുന്നിൽ നിന്ന് നോക്കുമ്പോൾ വിനു 18ാമത്തെ ആളാണ്. ഓക്കെ, നമുക്കിവിടെ വിനുവിനെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർ പറയൂ, ബാക്കിൽ നിന്നാണ് നമ്മൾ എണ്ണാൻ തുടങ്ങുന്നതെങ്കിൽ വിനു എത്രാമത്തെ ആളായിരിക്കും? നമുക്ക് പുറകിൽ നിന്നൊന്ന് എണ്ണി നോക്കിയാലോ? ഓക്കെ, എന്താ ചോദിച്ചിരിക്കുന്നത്? വേർ ഈസ് വിനു ഫ്രം ദ ബാക്ക് ഓഫ് ദ ലൈൻ? ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എത്രാമത്തെ ആളാണ് വിനു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരൊന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9. റൈറ്റ്? ഓക്കെ, 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പോൾ എത്രാമത്തെ ആളാണ്? 9ാമത്തെ ആളാണല്ലേ? ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഈ ക്യൂ ഒന്നും ഒന്നിച്ചെണ്ണി നോക്കിക്കേ എത്ര പേരുണ്ടെന്ന്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 and 26.
ഓക്കെ, അപ്പോൾ 26 പേര് കൂട്ടുകാർക്ക് ക്യൂവിൽ കാണാൻ പറ്റുന്നുണ്ട്. 10ാമത്തെ ആൾ അമ്മു ആണ്. 18ാമത്തെ ആളോ വിനു ആണല്ലേ. ബാക്കിൽ നിന്ന് വിനു എത്രാമത്തെ ആളാണ്? 9ാമത്തെ ആളാണല്ലേ. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അമ്മു ബാക്കിൽ നിന്ന് എത്രാമത്തെ ആളാണ്? ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 റൈറ്റ്. യെസ്, 17ാമത്തെ ആളാണ് ബാക്കിൽ നിന്ന് അമ്മു അല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് ഇങ്ങനത്തെ ക്യൂ ഒക്കെ തന്നു കഴിഞ്ഞ് മുന്നിൽ നിന്ന് ഇത്രാമത്തെ ആള്, പുറകിൽ നിന്ന് ഇത്രാമത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണി നോക്കാൻ പറ്റണം. ക്യൂ ആകുമ്പോൾ നമുക്ക് മുൻവശത്തിൽ നിന്നും എണ്ണാം, പിന്നിൽ നിന്നും എണ്ണാം. അപ്പോൾ മുന്നിൽ നിന്ന് എണ്ണാൻ പറയുമ്പോൾ കൂട്ടുകാർ മുന്നിൽ നിന്ന് എണ്ണി നോക്കണം. അതേ ആളിലെ പുറകിൽ നിന്ന് എത്രാമത്തെ ആണെന്ന് ചോദിക്കുമ്പോൾ പുറകിൽ നിന്ന് കൂട്ടുകാർ എണ്ണി തുടങ്ങണം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഓക്കെ, നൗ യു ക്യാൻ സീ. യെസ്, ഇറ്റ് ഈസ് ഓൾസോ സ്കൂൾ ഗ്രൗണ്ട് റൈറ്റ്. ഓക്കെ, ഹൗ മനി? യു ക്യാൻ സീ so many children. Yes, okay, they are collecting manchadis അല്ലേ. ഓക്കെ, ഹേ മഞ്ചാടി എന്ന് പറയുന്നുണ്ടല്ലേ ഒരു കുട്ടി. എന്നിട്ടോ അവർ മഞ്ചാടി കളക്ട് ചെയ്യണല്ലേ, എടുക്കുകയാണല്ലേ. ലെറ്റ്സ് പിക്ക് ദം അപ്പ്, നമുക്കത് എടുക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ 4 ചിൽഡ്രൻ ഇവിടെ മഞ്ചാടി പെറുക്കുന്നത് കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സുലു, ഹരി, ആമിന, റാണി. ഓക്കെ, 4 പേര് അവർ മഞ്ചാടി കളക്ട് ചെയ്തിട്ടുണ്ട്. ദേ കൗണ്ടഡ് ദ സീഡ്സ് ഇൻ 10. ഓക്കെ, അവരും കൂട്ടുകാരെ പോലെ 10ന്റെ ഗ്രൂപ്പുകളാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. യു ക്യാൻ സീ. യെസ്, 10 ഗ്രൂപ്പ്സ് ഹിയർ. ഓക്കെ ഓക്കെ, അപ്പോൾ സുലു കണ്ടോ? സുലു എത്ര എടുത്തിട്ടുണ്ട്? 10ന്റെ എത്ര ഗ്രൂപ്പ്സ് കാണുന്നുണ്ട്? 3 എണ്ണം കാണുന്നുണ്ട് അല്ലേ. 1 2 3. ഓക്കെ, സോ 10 + 10 + 10 ഈസ് ഈക്വൽ ടു യെസ് 30 എന്ന് പറയാം അല്ലേ, 30. എന്നിട്ട് 30യോട് 4 കൂടെ അവർ വേറെ വെച്ചിട്ടുണ്ട് അല്ലേ, അത് വേറെ കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം 30 + 4 ഈസ് ഈക്വൽ ടു 34 എന്ന് എഴുതാം. റൈറ്റ്, 30 + 4 ഈസ് ഈക്വൽ ടു 34. ഓക്കെ, ഇനി നോക്കൂ, ഹരിയുടെ കയ്യിൽ എത്ര ഉണ്ട്? ഹൗ മനി മഞ്ചാടീസ് ഇൻ ഹരീസ് ഹാൻഡ്? യെസ്, 10 + 10 + 6. ഓക്കെ, 10 എണ്ണം ഉണ്ട്, 10ന്റെ 2 എണ്ണം ഉണ്ട് അല്ലേ, 1 2. ഓക്കെ, സോ 10 + 10 ഈസ് ഈക്വൽ ടു 20. 20 + 6 is equal to 26, right my dear friends? Okay, so 20 + 6 is equal to 26. We can say like that. Okay, now you can see Amina here, right? Yes, how many manjadis with her hand? Yes, 10 + 10 + 10 + 10 is equal to, yes, tell me how many 10s are there? 1 2 3 4. Okay, 4 10s are there. So 10 + 10 + 10 + 10 is equal to 40. And remaining, how many manchadis remaining? 2. So 40 + 2 is equal to, tell me. Yes, 42. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായോ? 10ന്റെ കൂട്ടങ്ങളാക്കിയാൽ എണ്ണാൻ വളരെ എളുപ്പമാണ്, ആഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും 10ന്റെ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് വെക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, റാണിയുടെ കയ്യിൽ എത്ര ഉണ്ട്? യെസ്, 2 10s are there. So 10 + 10 is equal to 20. And 20 + 9 is equal to, yes, tell me, 20 + 9 is equal to 29. Right, my dear friends? Okay, who got the most? Tell me, who got the most? ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാണ്? യെസ്, ആമിന. റൈറ്റ്, ഹൗ മനി മഞ്ചാടീസ് വിത്ത് ഹെർ ഹാൻഡ്? ആമിനയുടെ കയ്യിൽ എത്ര മഞ്ചാടി ഉണ്ട്?
42, right? Okay, write the numbers of the seed in order least to most. എന്താ പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരെ? നമുക്ക് മഞ്ചാടിയുടെ എണ്ണം അറിയാമല്ലേ? എത്ര എണ്ണം ഉണ്ട് മഞ്ചാടീസ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഓരോരുത്തരും കളക്ട് ചെയ്തത് അല്ലേ? കൂട്ടുകാർ പറയൂ, എത്ര എണ്ണം വീതം ഉണ്ട്? യെസ്, സുലുവിൻ്റെ കയ്യിൽ 34 ഉണ്ട്. ഹരിയുടെ കയ്യിൽ 26 ഉണ്ട്. ആമിനയുടെ കയ്യിൽ 42 ഉണ്ട്. റാണിയുടെ കയ്യിൽ 29 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ചെറുതിൽ നിന്ന് വലുത് എന്ന ക്രമത്തിൽ എഴുതണം. കൂട്ടുകാർ പറയൂ, വിച്ച് വൺ ഈസ് സ്മോൾ? യെസ്, ഏറ്റവും ചെറുത് ഏതാണ്? സ്മോളസ്റ്റ്. യെസ്, 26. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കുറവിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്ന ക്രമത്തിലാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും കുറവ് ഹരിക്കാണല്ലേ? എത്രനാണ്? 26. പിന്നെയോ? പിന്നെ റാണിക്കാണുള്ളത് 29. Then Sulu, right? 34. And Amina 42, right? ആമിനയ്ക്കാണ് ഏറ്റവും കൂടുതൽ മഞ്ചാടീസ് കിട്ടിയത്. ഏറ്റവും കുറവാർക്കാണ്? ഹരിക്ക് അല്ലേ? അപ്പം നമ്മൾ എഴുതിയ ഓർഡർ ഒന്ന് വായിക്കൂ. 26, 29, 34 and 42, റൈറ്റ്? ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതാൻ അറിയാം അല്ലേ? എന്താണ് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി കൊടുക്കുക. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാലോ? വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതി കൊടുക്കാനാണ്. അപ്പം നമുക്ക് ഏറ്റവും കുറവ്, ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവിൽ നിന്ന് ടു മോസ്റ്റ്, ഏറ്റവും കൂടുതലുള്ളത് എഴുതി കൊടുക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഇനി കൂട്ടുകാരെന്താണ് ചെയ്യേണ്ടത്? ഇനി വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഫിൽ ദ എംപ്റ്റി ബോക്സസ്. നമുക്കിവിടെ കാലിയായി കിടക്കുന്ന ബോക്സുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് കൂട്ടുകാർക്ക് അറിയാം അല്ലേ? നമ്മളിത് ചെയ്തു. എന്താണ് നോക്കൂ, 10, 20, 30, 40, 50, 60, 70, 80, 90. ഇത് നമുക്കറിയാം അല്ലേ? പിന്നെയോ? പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഈ 10നോട് ഇവിടെ കണ്ട ഒരു പ്ലസ് സിമ്പൽ, ആ 10നോട് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഇവിടെ ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. 10നോട് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും അല്ലേ? പിന്നെയോ? 10നോട് 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. 10നോട് 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും. 10നോട് 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. 10നോട് 5 ആഡ് ചെയ്യുമ്പോഴോ 15 കിട്ടും. 10നോട് 6 ആഡ് ചെയ്യുമ്പോൾ 16 കിട്ടും. 10നോട് 7 ആഡ് ചെയ്യുമ്പോൾ 17 കിട്ടും. 10 + 8 = 18 and 10 + 9 = 19. ഇത് നമ്മൾ കണ്ടു അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓരോ ഇമേജസും വെച്ചിട്ടായിരുന്നു നമ്മളിത് നോക്കിയത്. അതുപോലെ 20യും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? 20 + 1 = 21. 20 + 2 = 22. 20 + 3 = 23. 20 + 4 = 24. 20 + 5 = 25. 20 + 6 = 26. 20 + 7 = 27. 20 + 8 = 28. 20 + 9 = 29. ഓക്കെ, ഇനി ബാക്കിയുള്ളത് കൂട്ടുകാർക്ക് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാം. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, കൂട്ടുകാരത് ഫില്ല് ചെയ്യണം. ഓക്കെ, 30 + 1 = 31. 30 + 2 = tell me. Yes, tell me. 30 + 2 = 32. 30 + 3 = 33. 30 + 4 = 34. 30 + 5 = 35. 30 + 6 = 36. 30 + 7 = 37. 30 + 8 = 38. 30 + 9 = 39. റൈറ്റ്? ഓക്കെ, അങ്ങനെ നമുക്ക് 90 വരെ എഴുതാം അല്ലേ? അപ്പോൾ കൂട്ടുകാരൊന്ന് എഴുതി നോക്കിക്കേ. 40 + 1 = 41. 40 + 2 =
യെസ് 42. 40 plus 3 43. 40 plus 4 is equal to 44. 40 plus 5 is equal to 45. 40 plus 6 is equal to 46. 40 plus 7 is equal to 47. 40 plus 8 is equal to 48. 40 plus 9 is equal to 49. Right? Okay, ഇനി 50യോടെ ആഡ് ചെയ്ത് നോക്കൂ. 50 plus 1 is equal to 51. 50 plus 2 is equal to 52. 50 plus 3 is equal to 53. 50 plus 4 is equal to 54. 50 plus 5 is equal to 55. 50 plus 6 is equal to 56. 50 plus 7 is equal to 57. 50 plus 8 is equal to 58. 50 plus 9 is equal to 59. ഓക്കെ, അങ്ങനെ 60, 70, 80, 90 ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാർ അത് ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കണം. കൂട്ടുകാർക്ക് അറിയാമോ ഫില്ല് ചെയ്യാൻ? ഇതാ ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഒന്ന് നോക്കണം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കൂട്ടുകാർ നോക്കണം. ഓക്കെ, യെസ്, കൂട്ടുകാർക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. എന്താണ് 60 plus 1 is equal to 61. 60 plus 2 is equal to 62. 60 plus 3 is equal to 63. 60 plus 4 is equal to 64. 60 plus 5 is equal to 65. 60 plus 6 is equal to 66. 60 plus 7 is equal to 67. 60 plus 8 is equal to 68. 60 plus 9 is equal to 69. Right? Okay. പിന്നെയോ 70 plus 1 is equal to 71. 70 plus 2 is equal to 72. 70 plus 3 is equal to 73. 70 plus 4 is equal to 74. 70 plus 5 is equal to 75. 70 plus 6 is equal to 76. 70 plus 7 is equal to 77. 70 plus 8 is equal to 78. 70 plus 9 is equal to 79. അതുപോലെ 80 plus 1 is equal to 81. 80 plus 2 is equal to 82. 80 plus 3 is equal to 83. 80 plus 4 is equal to 84. 80 plus 5 is equal to 85. 80 plus 6 is equal to 86. 80 plus 7 is equal to 87. 80 plus 8 is equal to 88. 80 plus 9 is equal to 89. Right? അപ്പോൾ കൂട്ടുകാർ ഇതിങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ പറയുകയും ചെയ്യണം. അപ്പോഴാണ് കൂട്ടുകാർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 90 plus 1, 90നോട് എന്ത് ആഡ് ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് കൂട്ടുകാർ എഴുതുമ്പോൾ പറഞ്ഞെഴുതണം. ഓക്കെ, 90 plus 1 is equal to 91. 90 plus 2 is equal to 92. 90 plus 3 is equal to 93. 90 plus 4 is equal to 94. 90 plus 5 is equal to 95. 90 plus 6 is equal to 96. 90 plus 7 is equal to 97. 90 plus 8 is equal to 98. 90 plus 9 is equal to 99. Right? Okay. ഇനി അപ്പോൾ കൂട്ടുകാരിത് ഉറപ്പായിട്ട് എഴുതി നോക്കണം കേട്ടോ. ഇത് കൂട്ടുകാർ പറഞ്ഞെഴുതി നോക്കണം. ഓക്കെ, ഇനി നോക്കൂ, സർക്കിൾ ദ നമ്പർ ഗ്രേറ്റർ ദാൻ 38. നൗ യു നോ, റൈറ്റ്? 38നേക്കാളും വലിയ നമ്പർ ഏതാണ്? കൊടുത്തിരിക്കുന്ന നമ്പറൊക്കെ ഒന്ന് വായിക്കൂ. യെസ്, 27, 35, 24, 42, 18. സോ which number is greater than 38? 38നേക്കാളും വലിയ നമ്പർ ഏതാണ്? യെസ്, 42. റൈറ്റ്? ഓക്കെ, സർക്കിൾ ദ നമ്പർ ലെസ് ദാൻ 71. 71നേക്കാളും ചെറിയ നമ്പർ ഏതാണ്? നമ്പേഴ്സ് ഒന്ന് വായിക്കൂ. 96, 84, 53, 80 and 99. So circle the number less than 17. Which one is less than 71? Tell me which one is less than 71? Yes, 53. അപ്പോൾ കൂട്ടുകാരത്തിൽ നിന്ന് എന്താ പഠിച്ചത്? ഒരു സംഖ്യ തന്നാൽ
അതിൽ അതിനേക്കാൾ ചെറിയ നമ്പർ ഏതാണെന്ന് പറയാൻ അറിയാം, അതിനേക്കാളും വലിയ നമ്പർ ഏതാണെന്ന് പറയാനും അറിയാം. അതുപോലെ ഒരുപാട് സംഖ്യകൾ തന്നാൽ അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് പറയാൻ അറിയാം, ഏറ്റവും ചെറുതേതാണെന്നും പറയാൻ അറിയാം. അല്ലേ കൂട്ടുകാർക്ക്? ഇതെല്ലാം കൂട്ടുകാർക്ക് അറിയാം അല്ലേ? ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്നത്. എന്തൊക്കെയാണ്? 10ന്റെ കൂട്ടങ്ങളാക്കാൻ, വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ, 10ന്റെ കൂട്ടങ്ങളാക്കിയതിന് ശേഷം റിമൈനിങ് വരുന്ന നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ, അതുപോലെ ഒരു നമ്പർ തന്നാൽ അതിനേക്കാൾ കുറവുള്ള നമ്പർ കണ്ടുപിടിക്കാൻ, അതിനേക്കാൾ കൂടുതലുള്ള നമ്പർ കണ്ടുപിടിക്കാൻ, ഒത്തിരി നമ്പേഴ്സ് തന്നാൽ അതിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും കണ്ടുപിടിക്കാൻ, അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതാൻ. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്പറിനെ കൂടുതൽ അറിയാണല്ലേ. അപ്പം നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ബേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഗിവ് നമ്പേഴ്സ് ഇൻ ഓർഡർ. നൗ യു ക്യാൻ സീ സോ മെനി ചിൽഡ്രൻ ഹിയർ. അവർക്ക് 2 പേർക്ക് മാത്രമേ നമ്പർ കൊടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പം നമ്മൾക്കതിൻ്റെ ഓർഡറിൽ എഴുതി കൊടുക്കണം. ഓക്കെ, യു ക്യാൻ സീ. യെസ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ? യെസ്, 78. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് നമ്പർ. ഓക്കെ, പിന്നെയുള്ള നമ്പർ തന്നിട്ടില്ല. പിന്നെ നെക്സ്റ്റ് നമ്പർ തന്നിട്ടുണ്ട് അല്ലേ. മൂന്നാമത്തെ നമ്പർ എന്താ തന്നിരിക്കുന്നത്? 80. റൈറ്റ്, മൂന്നാമത് നിൽക്കുന്ന ചിൽഡ്രൻ്റെ നമ്പർ 80 ആണ്. സോ വി നീഡ് ടു fill in order. Fill the remaining things in order. Okay, 78 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാണ്? 79. റൈറ്റ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമ്മളിവിടെ 79 എഴുതുമ്പോൾ നെക്സ്റ്റ് നമ്പറിനോട് മാച്ച് ആവുന്നുണ്ടോ നോക്കണം. 79 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 80 ആണ്. അപ്പോൾ ഓക്കെ ആണല്ലേ. അപ്പോൾ 78, 79, 80. Then tell me, fill the remaining numbers. Yes, 81, next 82 and 83. Right, my dear friends? So can you please read once again? 78, 79, 80, 81, 82, 83. Right, my dear friends? Yes, that is the correct order. Okay, so tell me, is this in ascending or descending order? Which order is this? Yes, it is ascending order അല്ലേ. ചെറുതിൽ നിന്ന് വലുത് എന്ന ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. 78 is the smallest one here, right? And 83 is the biggest one, right? Okay, now you can see another order. Yes, which one is first? Yes, 64 is the first number. Then the second one is missing. And what is the third one? Yes, 62. അപ്പം നമുക്കിപ്പോൾ ഇവിടെ 65 എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ. സെക്കൻഡിൽ ഇപ്പോൾ 65 എഴുതുമ്പോൾ നെക്സ്റ്റ് നമ്പർ 62 ആണ്. അപ്പം നമുക്ക് അങ്ങനെയല്ല, അതിൻ്റെ ഓർഡർ എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? 64 കഴിഞ്ഞാൽ 65 ആണ്, അത് കഴിഞ്ഞാൽ 66 ആണ് വരിക അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 64 നെക്സ്റ്റ് തന്നിട്ടില്ല, 62. റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർ പറയൂ, എന്തായിരിക്കും ഇവിടെ വരിക? യെസ്, 63 അല്ലേ. അതായത് 64ൽ നിന്ന് ഒന്ന് കുറഞ്ഞ് വരുന്ന ക്രമത്തിലൊന്ന് പറഞ്ഞു നോക്കൂ. 64 കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഈ 63, ദെൻ 62 കുറഞ്ഞ് വരുന്ന ഓർഡറിൽ പറയൂ. 61, 60, 59. റൈറ്റ്. സോ ഒന്നുകൂടി പറയൂ. Can you please read it once again? Yes, 64, 63, 62, 61, 60 and 59. So which order is this? Yes, it is called descending order. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന ക്രമത്തിലാണ് ഇവിടെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്? ഓക്കെ, നൗ who is hiding? Join the dots from 50 to 78. കൂട്ടുകാർക്ക് ആ ഡോട്ട്സ് ഫില്ല് ചെയ്യാമോ? 50 to
78 ഉള്ള ഡോട്ട്സ് കൂട്ടുകാരൊന്ന് ഫില്ല് ചെയ്ത് നോക്കൂ. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും ആരാണ് അവിടെ ഒളിച്ചിരിക്കുന്നത് എന്ന്. കൂട്ടുകാർക്ക് മനസ്സിലായോ ആരാണ് അവിടെ ഒളിച്ചിരിക്കുന്നത്? യെസ്, ഫില്ല് ചെയ്യൂ. 50ൽ നിന്ന് വായിച്ചു നോക്കാം നമുക്ക്. 50, യെസ്, 50ന്ന് 51ലോട്ട്, ദെൻ 51ൽ നിന്ന് 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78. Tell me who is hiding? Yes, it is an elephant. Yes, an elephant is hiding here. Right? ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റിയേ? നമുക്ക് എണ്ണാൻ അറിയുന്നത് കൊണ്ടാണല്ലേ. 50 മുതൽ 78 വരെ ഓർഡറിൽ കൂട്ടുകാർക്ക് കണ്ടാലും അറിയാം, എഴുതാനും അറിയാം, എണ്ണാനും അറിയാം അല്ലേ? അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, നൗ യു ക്യാൻ സീ സ്നേക്ക് ആൻഡ് ലാഡർ. ലെറ്റ്സ് പ്ലേ സ്നേക്ക് ആൻഡ് ലാഡർ. ഈ കളി കൂട്ടുകാർക്ക് അറിയാമോ? നമ്മളെല്ലാവരും കളിക്കുന്ന കളിയാണല്ലേ. കൂട്ടുകാർ കളിച്ചിട്ടുണ്ടോ? കൂട്ടുകാരുടെ ചേച്ചിമാരോടും ചേട്ടന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കളി എന്താണെന്ന് പറഞ്ഞു തരും. അപ്പോൾ കൂട്ടുകാർ കളി എങ്ങനെയാണെന്ന് കളിക്കേണ്ടതെന്ന് പഠിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഡയസുകൾ ഉണ്ടായിരിക്കും. ഡയസ് ഇട്ട് അത് വരുന്ന നമ്പർ എണ്ണിയിട്ടാണ് നമ്മൾ ഈ കളി കളിക്കാറ്. അപ്പോൾ കൂട്ടുകാർ ഈ കളി എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ടീച്ചറോടോ അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കളിച്ച് നോക്കണം. ഇതിന് ഒരു ഡയസ് ഉണ്ടായിരിക്കും. ആ ഡയസിൽ അതൊരു ക്യൂബ് ഷേപ്പ് ആയിരിക്കും. കൂട്ടുകാർക്ക് ക്യൂബ് ഷേപ്പ് എന്താണെന്ന് അറിയാമോ? ഇതുപോലെ അതിൽ 1, 2, 3 ഡോട്ട്സുകൾ ഉണ്ടായിരിക്കും. അപ് ടു 6 വരെ, 1 മുതൽ 6 വരെയുള്ള ഡോട്ട്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ കൂട്ടുകാർ അതിടുമ്പോൾ വരുന്ന നമ്പറിനനുസരിച്ചാണ് നമ്മൾ ഈ കളിയിലേക്ക് കയറേണ്ടത്. എന്നിട്ടോ ഇവിടെ ലാഡർ കണ്ടു അല്ലേ? സ്നേക്ക് ആൻഡ് ലാഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഏണിയാണല്ലേ. ഓക്കെ, സ്നേക്ക് എന്ന് പറഞ്ഞാലോ പാമ്പാണല്ലേ. അപ്പോൾ ഇപ്പോൾ കൂട്ടുകാർക്ക് 4 ആണ് കിട്ടിയതെന്ന് വിചാരിക്കൂ. അപ്പോൾ കൂട്ടുകാർ 4 എന്ന നമ്പറിൽ നിന്ന് ഒരു ഏണി വെച്ചിട്ടുണ്ടല്ലേ, അതിലൂടെ കയറി നമുക്ക് 22ൽ പോയിരിക്കാം. ഓക്കെ, പിന്നെയോ ഇനി കൂട്ടുകാർക്ക് 22ഉം കഴിഞ്ഞ് നെക്സ്റ്റ് കിട്ടിയത് 33 ആണെന്ന് വിചാരിക്കൂ. അങ്ങനെ ഇട്ട് ഓരോ നമ്പറിലെത്തി കൂട്ടുകാർ 33ലെത്തിയാൽ അവിടെ നിന്ന് പാമ്പ് കൂട്ടുകാരുടെ വിഴുങ്ങി അത് 20ലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ജയിക്കാൻ എന്താ വേണ്ടത്? 40ലേക്ക് ആദ്യം എത്തുന്ന ആളാണ് ഈ കളിയിൽ ജയിക്കുന്നത് അല്ലേ. ഇനി കളിച്ച് കൂട്ടുകാർ 37ലെത്തിയാലോ? 37ൽ വലിയൊരു പാമ്പുണ്ടല്ലേ, അത് വിഴുങ്ങിയാൽ കൂട്ടുകാർ 2ലാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കണം. കളിച്ചാൽ മാത്രമേ ഈ ഗെയിം എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് കളിച്ച് നോക്കണം. ഓക്കെ, താങ്ക് യു.